ഗായ്സ്, നമുക്ക് മിസോറാം വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഈ വിൻ്റർ സീസണാണ്. അതായത് ക്രിസ്മസിൻ്റെ തൊട്ട് മുൻപ് മുതൽ ഒരു ന്യൂ ഇയർ വരെയുള്ള ടൈമാണ് ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് നമുക്ക് മിസോറാമിൽ ലഭിക്കും. ഒരുപാട് സ്റ്റേജ് ഷോസുകൾ, അതേപോലെ ഫുഡ് സ്റ്റാളുകൾ. ഈ ടൗണൊക്കെ തന്നെ വളരെ അലേർട്ടായി ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ് മിസോറാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസിറ്റ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു ടൈം ചൂസ് ചെയ്താൽ വളരെ ബെസ്റ്റായിരിക്കും. സംഭവം മിസോറാം ഒരു മലയുടെ മുകളിലുള്ള നാടാണെങ്കിലും ഇവിടെ വെരി ഡെവലപ്ഡ് ആണ്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ കാര്യത്തിലായിട്ട് കഴിഞ്ഞാലും മിസോറാം ഇസ് വെരി വെരി ബെസ്റ്റ് ആൻഡ് ബെറ്റർ. ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ ഡ്രസ്സിങ് സ്റ്റൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ഈ കാണുന്ന സ്റ്റെപ്പുകൾ മുഴുവൻ ഇറങ്ങി കഴിഞ്ഞാൽ താഴെ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മളുടെ റൂം വരുന്നത്. നമ്മൾ കയറിയ സ്റ്റെപ്പ് വീണ്ടും ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്, ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. രാവിലെ ഫുഡ് കഴിച്ചിട്ടുള്ള അതേ ഹോട്ടലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കിടിലൻ ചിക്കൻ ബിരിയാണിയാണ്, മിസോറാം സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഞാനിവിടുന്ന് മിസോറാം ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ആകാൻ പോവാണ്. ഞാൻ താമസിച്ച ഹോട്ടൽ ഡേവിഡ്സ് കിച്ചൺ ആണ്. ഇവിടുത്തെ പ്രോപ്പർ ലൊക്കേഷനിലാണ് ഇത് വരുന്നത്. നല്ല ഫുഡാണ്, നല്ല ഫെസിലിറ്റിയാണ്, ഫുഡ് ഫെസിലിറ്റിയും റൂം ഫെസിലിറ്റിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ഡേവിഡ്സ് കിച്ചൺ എന്ന് ചോദിച്ചാൽ മതി. ഇത് ഞാൻ താമസിച്ച ഹോട്ടൽ ഫ്രണ്ടേജ് ആണ്. അപ്പം മിസോറാം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് അഫോർഡബിൾ റേറ്റിൽ റൂം കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണിത്. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഗായ്സ്. അപ്പോൾ നമ്മൾ മിസോറാം വിസിറ്റിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ത്രിപുരയിലേക്കാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. ഗുവാഹട്ടി എക്സ്പ്രസ്, സൈറാങ്ങിൽ നിന്നും ഗുവാഹട്ടിയിലേക്ക് പോകുന്ന ഗുവാഹട്ടി എക്സ്പ്രസ് ട്രെയിനിലാണ് ഞാൻ പോകുന്നത്. 15610 എന്നുള്ള ട്രെയിനിലാണ് പോകാൻ പോകുന്നത്. ബദർപൂർ എന്നുള്ള സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഞാൻ നാളെ അടുത്ത ട്രെയിനിൽ അഗർത്തലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം ഇനി നമുക്ക് ത്രിപുര വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.